ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ ജെഡി, നീ ഇട്ട മോളെ, ഇവർക്കൊക്കെ ഭ്രാന്താ, വെറുതെ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി. പിന്നെ അമ്മേ, ഈ ദുർഗയ്ക്ക് എന്തോ കള്ളത്തരമുണ്ട്, അതെനിക്ക് ഉറപ്പാ. പല പ്രാവശ്യമായി അവള് രക്ഷപ്പെടുന്ന. എപ്പോഴെങ്കിലും എന്റെ കൈ കിട്ടും. അവൾക്ക് തകർക്കാൻ പറ്റാത്ത തെളിവുകളോടെ പിടിക്കണമേ, എന്നാലേ രക്ഷയുള്ളൂ. ഇതുപോലെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് മാഡം. ഇതേ നോക്കിയേ. അത് കൊള്ളാല്ലേ? ഇനി നിങ്ങൾക്ക് കളർ തീം വലുതും ഉണ്ടെങ്കിൽ ആ രീതിക്ക് സെറ്റ് ചെയ്യാം. അതൊക്കെ പൃഥ്വിയുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇത് അവന്റെ ഡേ ആണല്ലോ. എന്താ പൃഥ്വി, നിനക്കെന്തേലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയേ. അങ്ങനൊന്നുമില്ല, എല്ലാം ചേച്ചി തീരുമാനിക്കുന്ന പോലെ. അത് പോരാ, എല്ലാവരുടെ അഭിപ്രായം നോക്കി സെലക്ട് ചെയ്യാം. ശരി മാഡം, അപ്പൊ ഈ സജഷൻസ് ഒക്കെ നോക്കിയിട്ട് ഞാൻ സെറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, പോ. ശരി എന്നാ. ഓക്കെ, താങ്ക് യു. ശരി. ശരി ശരി, ഓക്കെ സർ. വിവാഹത്തിന്റെ ഒരുക്കങ്ങളെ മാത്രം മതിയോ ഈ ശ്രദ്ധ? അതെന്താ ചെറിയമ്മ അങ്ങനെ പറഞ്ഞ? വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വീട്ടുകാരെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കണ്ടേ? അതൊക്കെ പൂർണിമ വേണ്ട പോലെ ചെയ്തതല്ലേ, ഇനി എന്താ അന്വേഷിക്കാനുള്ളത്? ഓ, പോരാത്തതിന് നമ്മളവരെ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതുമല്ലേ. നേരിൽ കണ്ടതുകൊണ്ട് തന്നെയാ എനിക്ക് ഈ ടെൻഷൻ. കുടുംബത്തിലെ മുത്തശ്ശിയെ ഒഴിവാക്കി വിവാഹാലോചന നടത്തിയതിലും ആ സ്ത്രീ ആ ദിവസം അവിടെ വന്ന് പെരുമാറിയതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരെന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. ഏട്ടത്തി പറയുന്നതിൽ കാര്യമുണ്ടെന്നാ എനിക്കും തോന്നുന്നത്. ആ കുടുംബത്തിന്റെ കാര്യത്തിൽ എനിക്ക് പരിപൂർണ ഉത്തരവാദിത്വമുണ്ട്. ഇനി ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണേലും തീരുമാനിക്കാം. പക്ഷേ പിന്നൊന്നിനും എന്റെ അഭിപ്രായം ആരും ചോദിക്കരുത്. മോൾ എന്തൊക്കെയായി പറയുന്നത്? നിന്റെ തീരുമാനം ഒരിക്കലും തെറ്റില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. എനിക്ക് മറ്റൊന്നും ചിന്തിക്കാതെ വിവാഹ നിശ്ചയത്തിന്റെ ഒരുക്കങ്ങൾ നടത്താൻ നോക്ക്. വാ മോളെ. ഇക്കാര്യത്തിൽ പൂർണിമയുടെ അഭിപ്രായം തന്നെ എനിക്കുള്ളത്. എനിക്കും അതേ അഭിപ്രായം തന്നെ. എടീ, അടുക്കളയിൽ പണിയൊന്നും തീർക്കാതെ നീ എന്താ മുറിക്കകത്ത് വന്ന് അടയിരിക്കുന്നേ? ഞാൻ വരാൻ ചെറിയമ്മ, ജോലിയെല്ലാം ഞാൻ വന്ന് ചെയ്തോളാം. പിന്നെ എന്താ താമസം? നിന്റെ സൗകര്യത്തിന് എവിടെ ഉള്ളൊരു നിക്കണോ? സ്കൂളിൽ നിന്നാ. നിങ്ങൾ കണ്ടില്ലേ അവളുടെ അഹങ്കാരം? ഞാൻ സംസാരിക്കുന്നതിന് എന്തെങ്കിലും വില തന്നിരുന്നെങ്കിൽ അവളിങ്ങനെ പോവോ? കോള് വന്നത് വസുമതി കണ്ടതല്ലേ? കോൾ വന്നാലെന്താ? ഈ സമയത്ത് സ്കൂളിൽ അവൾക്ക് എന്ത് കാര്യം പറയാനാ?
ഹലോ ജെഡി. ഹലോ, can you hear me? ആരാ ഇത്? ഹലോ, ആരാന്ന് പറയാൻ? ആരാടി ഫോണില്? സത്യം പറഞ്ഞോ? എന്താ നാത്തൂനെ, എവിടെ പിന്നെയും പണിയൊപ്പിച്ചോ? ഇവളുടെ ഫോണിൽ രാധ എന്ന് പേരിട്ടിരിക്കുന്ന ആളോട് ഞാൻ സംസാരിച്ചപ്പോ ആൺ ശബ്ദം. ആരാന്ന് ചോദിച്ചപ്പോ കോള് കട്ട് ചെയ്തു. ഓ, ഇവള് വലിയ കല്യാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവിടെ ആർക്കും വിശ്വാസമായില്ലല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ, നമ്മളെല്ലാവരും പറ്റിക്കലാണ് ഇവളുടെ മെയിൻ പണിയെന്ന്. നിങ്ങൾ ഇങ്ങനെ അവളെ ഒന്നും പറയാൻ സമ്മതിക്കാതെ വെറുതെ കുറ്റം മാത്രം പറഞ്ഞ സത്യം എന്താണെന്ന് എങ്ങനെ അറിയും? ഇതിലിത്ര അറിയാനെന്താ? പേര് നമ്മളാരും അറിയാതിരിക്കാനും ഇവളെ സംശയിക്കാതിരിക്കാനും കള്ളത്തരം കാണിച്ചു, അത്രേ ഉള്ളൂ. എന്നാലും വല്ലാത്തൊരു ബുദ്ധി തന്നെ. അങ്ങനൊന്നും അല്ല, അത് സ്കൂളിലെ പുതിയ വൈസ് പ്രിൻസിപ്പളാ. സാറിന്റെ പേര് രാധാകൃഷ്ണൻ എന്നാ. കോണ്ടാക്ട് അയച്ചെന്ന ആള് രാധാന്നേ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനത് എഡിറ്റ് ചെയ്യാതെ സേവ് ചെയ്തതുകൊണ്ടാ അങ്ങനെ വന്നത്. എനിക്ക് അപ്പോഴേ തോന്നി ഇതിങ്ങനെ വല്ലതും ആയിരിക്കുമെന്ന്. ദുർഗേച്ചി എങ്ങനെ വേദനിപ്പിക്കലല്ലാതെ നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ? കഷ്ടം തന്നെ നിങ്ങളുടെയൊക്കെ കാര്യം. മോള് ചെല്ല്, റൂമിലോട്ട് ചെല്ല്. പോ, ഫോണിങ്ങിതാ. ഇത് ഞാൻ പറഞ്ഞ തന്നെ സത്യം. അവൾക്ക് ഏതോ ചുറ്റിക്കളിയുണ്ട്, അതുറപ്പാ. ഹാപ്പി ബർത്ത്ഡേ കിരൺ. ഇന്നത്തെ ബർത്ത്ഡേക്ക് നീ തനിച്ചാണല്ലോ കിരൺ. അമ്മേ, എന്നെ അനുഗ്രഹിക്കണം. ഇന്നത്തെ ബർത്ത്ഡേക്കും അമ്മയുടെ മോൻ തനിച്ചാ, ആരുമില്ല കൂടെ. എനിക്കറിയാം, എവിടെയോ ഇരുന്ന് അമ്മ എന്നെ അറിയുന്നുണ്ട്. എന്റെ മനസ്സിലിപ്പോ ദുർഗയാണ്. പക്ഷെ അത് ഇതുവരെ അവളോട് പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇന്ന് ഈ ബർത്ത്ഡേ ദിവസം ഞാൻ എന്റെ മനസ്സ് ദുർഗയെ അറിയിക്കും. പക്ഷെ അതെങ്ങനെ പറയും? എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞാലോ? എന്താ കൊടുക്കുക? ഇത് കൊടുത്താലോ? അല്ലെങ്കിൽ ഇത് വേണ്ട. ശേ, ഇത് തന്നെയാ ദുർഗയ്ക്കുള്ള എന്റെ സമ്മാനം. അമ്മയുടെ ഈ സാരി കൊടുത്ത് എന്റെ മനസ്സിലുള്ളത് ഞാൻ തുറന്നു പറയും.